ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇന്ത്യ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഓൾറെഡി മീഷോയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഷോപ്പിംഗ് ഹാക്ക്, അതുപോലെ തന്നെ ഓഫർ പ്രൈസിൽ എങ്ങനെ വളരെ വില കുറഞ്ഞ രീതിയിൽ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ടിപ്പ് ആൻഡ് ട്രിക്സ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മറ്റൊരു കാര്യം വീഡിയോ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു വീഡിയോക്ക് 1000 വ്യൂസും അതുപോലെ തന്നെ 50 ലൈക്കും 1 വീക്കിനുള്ളിൽ ആയി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അജിയോ ഹാക്ക് അല്ലെങ്കിൽ അജിയോ ഷോപ്പിംഗ് ഹാക്ക് വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെന്നുള്ളത് ഒരു ചെറിയ ട്രയൽ പോലെ അതിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ അതിന് ഒരു 1000 വ്യൂസിന് മേലെയും പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 50 ലൈക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസിലാണ് ഞാൻ ഇപ്പോൾ ഈ അജിയോ ഷോപ്പിംഗ് ഹാക്ക് എന്ന വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 550 ലൈക്ക് ആവുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ വേറൊരു കാര്യം വെച്ച് ഞാൻ ആ വീഡിയോൻ്റെ താഴെയായിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ മിന്ത്രയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അജിയോ മാത്രമല്ല മിന്ത്ര, കാരണം രണ്ടിലും ഏകദേശം സിമിലർ ആണ് കാര്യങ്ങൾ, കുറച്ച് ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ ഒരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടി സ്കിപ്പ് ചെയ്യാതെ കേട്ട് നോക്കുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് പ്രൂഫ് സഹിതം ഞാൻ സ്ക്രീൻ റെക്കോർഡ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിട്ട് കടന്നാലോ. ഹാക്ക് നമ്പർ 1, ഓർഡർ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്. അതായത് നമുക്ക് വേണ്ടത് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് അങ്ങോട്ട് ഓർഡർ ചെയ്യുക. അത് എങ്ങനെയാണെന്നല്ലേ ഞാൻ സൈഡിൽ കൊടുത്തേക്കാട്ടോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ആഡ് ടു കാർട്ട് കൊടുക്കുമല്ലോ നമ്മൾ. ആ ടൈമിൽ നമ്മൾ അപ്ലൈ കൂപ്പൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നിങ്ങൾ അജിയോയിലും മിന്ത്രയിലും, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അജിയോ മിന്ത്ര മാത്രമാണ് കേട്ടോ. ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് അല്ലെങ്കിൽ ബൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തിക്കുക. എന്നിട്ട് അവിടെ അപ്ലൈ കൂപ്പൺ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ അപ്ലൈ കൂപ്പണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കൂപ്പൺസ്, ഏതൊക്കെ കൂപ്പൺസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ കുറച്ച് കൂപ്പൺ കോഡുകൾ കാണിക്കും. ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്രൊഡക്റ്റ് 300-ൻ്റെയോ 400-ൻ്റെയോ ആണെങ്കിൽ അവിടെ കൂപ്പൺസ് ഉണ്ടാവില്ല മാക്സിമം. സോ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൂപ്പൺസ് നോക്കുന്ന സമയത്ത് ഒരുപാട് കുറേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കൂപ്പൺസ് കാണാം. ഇത്ര ഓർഡറിൽ നമ്മൾ പ്ലേസ് ചെയ്താലേ ഈ കൂപ്പൺ അവൈലബിൾ ആവുള്ളൂ, അങ്ങനെയായിരിക്കും അവിടെ കാണുന്നുണ്ടാവുക. അതല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്യാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആർട്ട് ടു കാർട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് താഴെയായിട്ട് കുറേ ഓഫേഴ്സ് കാണാൻ പറ്റും. നമ്മളതിൽ ചില പ്രൊഡക്ട്സിലെ ഇങ്ങനെ ഫുൾ കുറേ ഓഫേഴ്സ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 450 രൂപേൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഓഫർ വരുന്നത് 315, 320, അങ്ങനെ ഇങ്ങനെ കണക്കിനിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാങ്ക് ഓഫേഴ്സ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുറേ ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ അജിയോയിലും മിന്ത്രയിലും സെയിം രീതിയിലാട്ടോ ഇങ്ങനെ കാണാൻ പറ്റുക. മിന്ത്രയിൽ നമുക്ക് ചില പ്രൊഡക്ട്സിനാണ് അത്യാവശ്യം, അതിൽ മോസ്റ്റ്ലി ഉള്ള പ്രൊഡക്റ്റിനെല്ലാം തന്നെ ഇങ്ങനെ താഴെ ഓഫേഴ്സ് കാണാൻ പറ്റും. ചില പ്രൊഡക്റ്റിന് കാണാൻ പറ്റില്ല. അതിൽ ജസ്റ്റ് 70% ഓഫർ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഓഫറിലായിരിക്കും ആ പ്രൊഡക്റ്റ് ഓൾറെഡി കിടക്കുന്നുണ്ടാവും. മറ്റ് ചില പ്രൊഡക്ട്സിൽ ഓൾറെഡി ഓഫറിലായിരിക്കും, പക്ഷെ എന്നാലും ഇങ്ങനെ മറ്റ് ഇത്രയും പ്രൊഡക്റ്റും കൂടി നിങ്ങൾ കൂടുതൽ വാങ്ങിയാൽ ഇത്ര പൈസ കുറച്ചിട്ട് തരാം എന്ന രീതിയിൽ അവിടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഏതാണോ അതിൻ്റെ താഴെയുള്ള ഓഫേഴ്സ് നോക്കുക. അതിലിപ്പോൾ ഏറ്റവും കുറഞ്ഞു വരില്ലേ, ഇപ്പം 400 രൂപേൻ്റെ ഡ്രസ്സാണ്, അത് നമുക്ക് 200 രൂപയ്ക്ക് അല്ലെങ്കിൽ 250 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയുടെ ഡ്രസ്സാണ്, അത് ഒരു 250 രൂപ 300 രൂപ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ വരുന്ന സമയത്ത് അവിടെ ഏതൊക്കെ പ്രൊഡക്റ്റ്, അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും 300 രൂപയ്ക്ക് ഈ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് അത് ബൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ അത്രയും പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ബൈ ചെയ്യുക. ബൈ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് പൈസ കൊടുക്കണ്ട, നിങ്ങൾ ഫുള്ളായിട്ട് അത് വാങ്ങണ്ട, ഒന്നും ചെയ്യണ്ട. എന്ന് വെച്ചാൽ ജസ്റ്റ് ആഡ് ടു കാർട്ട് കൊടുക്കുക, ബൈ നൗ ഓപ്ഷൻ കൊടുക്കുക. എല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ ഫുൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് നമ്മുടെ ട്രിക്ക്. നമ്മൾ ഓൾറെഡി ഈ ഓഫർ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ 315 അല്ലെങ്കിൽ 200 രൂപേൻ്റെ ഓഫർ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആഡ് ടു കാർട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ഐറ്റമേ വേണ്ടുള്ളൂ. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തിപ്പോൾ ബാക്കിയുള്ള പ്രൊഡക്റ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ ഏകദേശം 6-7 ഐറ്റംസ് വരും കേട്ടോ. അതവിടെ കിടന്നോട്ടെ, ഒരു ടെൻഷൻ ആവണ്ട, അതവിടെ കിടന്നോട്ടെ. അത് കഴിഞ്ഞ് ആഡ് ടു കാർട്ട് കൊടുത്ത് നമ്മളത് ബൈ നൗ കൊടുത്തു, എല്ലാം ഓക്കെ, ഓർഡർ പ്ലേസ് ചെയ്തു. അതിനുശേഷം വൈകാതെ തന്നെ എന്ത് ചോദിച്ചാൽ ബാക്കിയുള്ള പ്രൊഡക്റ്റ് അല്ലേ നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് ആവശ്യമില്ല സാധനങ്ങൾ അതെല്ലാം അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ മിസ്റ്റേക്ക്ലി ഓർഡേഡ് അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി, ജസ്റ്റ് ക്യാൻസൽ ചെയ്യുക. ആ ദിവസം തന്നെ ക്യാൻസൽ ചെയ്യുക, അപ്പോൾ ടെൻഷനില്ല. അപ്പം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് 400 രൂപേൻ്റെ സാധനമാണെങ്കിൽ ഇതെല്ലാം വാങ്ങി എന്നുള്ളതുകൊണ്ട് ഒരു 400 രൂപേൻ്റെ പ്രൊഡക്റ്റ് 250 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്താണ്, ഇപ്പോൾ അജിയോയിലാണെങ്കിലും മിന്ത്രയിലാണെങ്കിലും ഈ ഒരു ട്രിക്ക് കാരണം നമുക്ക് നല്ലോണം ഓഫർ പ്രൈസിൽ കുറഞ്ഞ് വാങ്ങാൻ പറ്റുന്നുണ്ട്. കാരണം
ഏറ്റവും മേജർ ആയിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. ഇതാണ് മോസ്റ്റ്ലി ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തും കുറേ ക്യാൻസൽ ചെയ്ത് ഓർഡർ എടുക്കുന്നുണ്ടാവും, എൻ്റെ ഡ്രസ്സിൻ്റെ എമൗണ്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വാങ്ങുന്ന ക്ലോത്ത് നല്ല വിലേൻ്റെ ക്ലോത്ത് തന്നെ ഞാൻ വാങ്ങും, എന്നിട്ട് അതിൽ ഓഫർ പ്രൈസ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ലോ പ്രൈസിൽ ആ ക്ലോത്ത് വാങ്ങാൻ പറ്റും. ഇതാണ് അജിയോ ആൻഡ് മിന്ത്രയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഹാക്ക് എന്ന് പറയുന്നത്. ഹാക്ക് നമ്പർ 2, ഇത് മിന്ത്ര ഷോപ്പിംഗ് ആപ്പ് അത്രയും ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടും, പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. സോ അതെങ്ങനെ റേറ്റ് കുറച്ച് നോക്കാമെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഹാക്ക് ഉണ്ടല്ലോ, ഇതിന് സെറ്റായിരിക്കും. നേരത്തെ പറഞ്ഞ ഹാക്ക് അജിയോനും മിന്ത്രയ്ക്കും വേണ്ടി ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്ന ഹാക്ക് മിന്ത്രയ്ക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അജിയോ നമുക്ക് മൾട്ടിപ്പിൾ കൂപ്പൺസ് കിട്ടില്ല. അതായത് നമുക്ക് എന്ത് വെച്ചാൽ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്യാം. അപ്പോൾ ബൂം പറഞ്ഞിട്ടൊരു കൂപ്പൺ കോഡുണ്ട്, അത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ മറ്റ് കുറേ കൂപ്പൺ കോഡ്സ് കാണാൻ പറ്റും. അതിലേതെങ്കിലും ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സിന് നമ്മൾ 5-6 ഡ്രസ്സുകളൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ കഴിഞ്ഞ തവണ പറഞ്ഞ ഹാക്കിൽ 1-2 ഡ്രസ്സുകൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ആ രണ്ടും ഏകദേശം ഒരേ പ്രൊഡക്റ്റ് മാത്രം ആഡ് ടു കാർട്ട് കൊടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്താൽ മതി. ചില സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകളാണ് ഓർഡർ ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ആയിട്ടുള്ള മറ്റ് കുറേ പ്രൊഡക്ട്സ് നമുക്ക് ആഡ് ടു കാർട്ട് കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും ഓരോ ഓഫറെ വാലിഡ് ആയിട്ട് അവിടെ പോവുള്ളൂ. അതുകൊണ്ട് ഒരു കൂപ്പൺ കൂടെ ഉള്ളൂ. അജിയോയിൽ വരുമ്പോൾ, മിന്ത്രയിൽ വരുമ്പോൾ മൾട്ടിപ്പിൾ കൂപ്പൺസ് ഉണ്ട്. മൾട്ടിപ്പിൾ കൂപ്പൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. മിന്ത്രയിൽ മൈ കൂപ്പൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കുറച്ച് ഹൈഡായിട്ട് കിടക്കുകയാണ്. അതായത് നമ്മൾ മിന്ത്രയിൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത്, ഇവിടെ ഞാൻ കൊടുത്തേക്കാട്ടോ, അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ മൈ കൂപ്പൺസ് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൂപ്പൺസ് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ എക്സ്പയറിങ് ടു സൂൺ, അല്ലെങ്കിൽ എക്സ്പയറിങ് ടുഡേ, എക്സ്പയറിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൂപ്പൺസ് കാണാൻ പറ്റും. അതിൽ കുറേ ആക്സസറീസിൻ്റെ കൂപ്പൺസ് ഉണ്ടാവും, ക്ലോത്തിങ്ങിൻ്റെ കൂപ്പൺസ് ഉണ്ടാവും, അങ്ങനെ കുറേ കൂപ്പൺസ് ഉണ്ടാവും കേട്ടോ. ഇതിലെന്താ ഈ കൂപ്പൺസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ ഹാക്കിൽ നമുക്കിപ്പോൾ ഇന്ന കൂപ്പൺസ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ബൈ നൗ കൊടുക്കുന്ന സമയത്ത് അവിടെ കുറേ കൂപ്പൺ ഓപ്ഷൻ കാണാൻ പറ്റും. അതിലേതെങ്കിലും കൂപ്പൺ നമുക്ക് അവൈൽ ചെയ്ത് എമൗണ്ട് കുറച്ച് കിട്ടും. പക്ഷേ ഈ മൈ കൂപ്പൺസ് എന്ന് കിടന്ന ഓപ്ഷനിൽ കിടക്കുന്ന 50% ഓഫ് അല്ലെങ്കിൽ 10% ഓഫ് അത്രയ്ക്ക് വരുള്ളൂ കേട്ടോ. 50% കൂടുതലൊന്നും ഓഫർ അതിൽ വരില്ല. ഒരു 20-25% ഓഫർ മാക്സിമം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ കൂപ്പൺ കൂടി നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കൂപ്പൺസിൻ്റെ കൂടെ ഇത് മാച്ച് ആവണം. അതിനൊരു ചെറിയ പരിപാടിയുണ്ട്, അത് മാച്ച് ആവണം. മാച്ച് ആയാലാണ് പിന്നെയും കുറച്ചും കൂടി പൈസ കുറഞ്ഞു കിട്ടും. ഹാക്ക് നമ്പർ 3, ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ ഹാക്ക് തന്നെയാണ്. അതായത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡെയിലി ഡീൽസ് ചെക്ക് ചെയ്തേക്കാം. അതുപോലെ 72 hours ഡീൽസ് ഉണ്ടാവും. മിന്ത്രയിൽ പൊതുവേ 72 hours ഡീൽസ് വരാറുണ്ട് കേട്ടോ. അജിയോയിലാണെങ്കിൽ നമുക്ക് ഡെയിലി ഡീൽസ് കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓർഡർ വൈസ്ലി, അതായത് നിങ്ങൾ കാണുന്ന സമയത്ത് 70% ഓഫർ ഉണ്ടാവും, 60% ഓഫർ ഉണ്ടാവും, 50% ഓഫർ, അങ്ങനെ പല ഓഫറുകൾ ലൈനായി കിടക്കുന്നുണ്ടാവും. അതിൽ ഏതിനാണോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അജിയോയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടീഷർട്ടിന്, ഷർട്ടിന്, ഇതിനെല്ലാം മാക്സിമം ഓഫർ കിടക്കും. എപ്പോഴെങ്കിലും ആയിരിക്കും അതിൻ്റെ റേറ്റ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ്. പക്ഷേ കുർത്ത ടോപ്സ്, അതുപോലെ തന്നെ ഷൂസ്, അങ്ങനെയുള്ള ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തിങ്സിനും ബ്രാൻഡഡ് ആയിട്ടുള്ള ആക്സസറീസിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും ഓഫർ വരുന്നത്. അതും 70%, 60%, 65% ഒക്കെ ഓഫർ വരുന്ന സമയത്ത് ഒന്നും നോക്കാതെ അത് നമ്മൾ വാങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഓഫറിൽ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് വേണ്ടത്, ഏതാണ് നമുക്ക് ഇനി മീൻസ് ഓഫർ അത്രയും എപ്പോഴെങ്കിലും വരുന്ന പ്രൊഡക്റ്റ് ഏതാണ് അത് നോക്കി വാങ്ങാൻ നോക്കുക. അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഹുഡീസ് ആണെങ്കിലും മറ്റ് ഡ്രസ്സുകളാണെങ്കിലും ഹൈ ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ നമുക്കപ്പോൾ അത്രയും നല്ല നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ക്ലോത്ത് വാങ്ങാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ആ ടൈമിൽ ഡെയിലി ഡീൽസിൽ 72 hours ഡീൽസിലൊക്കെ നമുക്കത് ഓഫറിൽ വാങ്ങാവുന്നതാണ്. ഡെയിലി ഈ ഓരോ ഓഫർ ഉണ്ടാവും, 70%, 50% ഒക്കെ ഉണ്ടാവും. അതിൽ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഏതാണോ അത് കറക്റ്റായിട്ട് വാങ്ങാൻ നോക്കുക. അതാണ് ഹാക്ക് നമ്പർ 3. ഹാക്ക് നമ്പർ 4, ഇതെന്ന് വെച്ചാൽ പ്രീപെയ്ഡ് COD. അതായത് നമുക്ക് പ്രീപെയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രീപേ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ കുറച്ച് എമൗണ്ട് നമുക്ക് പ്രീപേ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്ന് വെച്ചാൽ അത്രയും ഒരു 29 അല്ലെങ്കിൽ 30 rupees നമുക്ക് ഓഫറിൽ പോകും. അതായത് നമുക്കിപ്പോൾ കിട്ടുന്ന വാല്യൂ ഒരു 250 രൂപേൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 രൂപ അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഓരോ മീൻസ് ഒരു 1000 രൂപേൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിൽ കുറച്ച് 30 രൂപ കുറയുന്നതൊക്കെ വലിയ കാര്യമാണ് അല്ലേ. നമ്മളൊരു പ്രീപെയ്ഡ് COD കൊടുക്കുകയാണ്, നമുക്ക് അത്രയും വിശ്വാസമുള്ള അപ്പോൾ മീഷോ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ചില പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ, എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് ചില സമയത്ത് ചില മിസ്റ്റേക്കണായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും, പ്രീപെയ്ഡ് കൊടുത്തല്ലോ എന്നൊക്കെ ഉള്ളത്.
പക്ഷേ അജിയോയിലും മിന്ത്രയിലൊക്കെ അങ്ങനത്തെ ഒരു നമുക്ക് ആ ടെൻഷൻ്റെ ആവശ്യമില്ല. ഈവൻ ദോ അങ്ങനെ ഇപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അത് അജിയോ വാലറ്റിൽ കിടന്നോളും. അജിയോ വാലറ്റിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ എനിക്കൊരു 74 രൂപ അജിയോ വാലറ്റിൽ കിടക്കുന്നുണ്ട്. നമുക്കത് എന്താ പറയുക, നമ്മൾ ആ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്താലും വാലറ്റിൽ കിടന്നോളും. നമുക്ക് എപ്പോഴാണോ യൂസ് ചെയ്യേണ്ടത് ആ സമയത്ത് നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. സോ പ്രീപെയ്ഡ് COD കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ആകെ പ്രശ്നത്തിലൊന്നും പോയി വീഴില്ല നമ്മൾ. അപ്പോൾ പ്രീപെയ്ഡ് COD കൊടുത്തു കഴിഞ്ഞാൽ 29 അല്ലെങ്കിൽ 30 റുപ്പീസ് നമുക്ക് അവിടെ ഓഫറായിട്ട് കിട്ടും. അതല്ല നിങ്ങൾ ഇപ്പോൾ നമ്മൾ UPI യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മറ്റേ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള കാർഡുകളൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ നെറ്റ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഉപകാരം എന്താ വെച്ചാൽ ഇതേപോലെ ഓഫർ ഉണ്ടാവും, ഇത്ര ശതമാനം ഓഫർ ഉണ്ടാവും നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വഴി കിട്ടുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഓഫർ എടുക്കാൻ പറ്റും. ഹാക്ക് നമ്പർ 5. ഇത് മിന്ത്രയിൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഹാക്കാണ്ട്. ഇപ്പോൾ കുറച്ച് ഒരു 5 to 6 മന്ത് മുന്നേ ആയിട്ട് വന്നതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഈ ഒരു ഹാക്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് മിന്ത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് ആ ഒരു സ്റ്റാർ മാർക്കൊക്കെ കൊടുത്ത് ഞാൻ ഈ സൈഡ് കൊടുക്കാം, ഒരു സ്റ്റാർ മാർക്ക്, ഗോൾഡൻ സ്റ്റാർ മാർക്ക് കൊടുത്തിട്ട് ഇൻസൈഡ് മിന്ത്ര എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വർഷം 4000-ന്റെ മേലെ, അതായത് ഡെയിലി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിന്ത്ര നമ്മൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ചിലവർക്ക് മീഷോയിൽ ഓർഡർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും മീഷോന്ന് ഓർഡർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ 4000 ഒക്കെ എമൗണ്ട് നമുക്ക് പെട്ടെന്ന് വരും. ഒരു 5-6 ഡ്രസ്സുകൾ നമ്മൾ ഇടയിൽ എടുത്തു കഴിഞ്ഞാൽ 1 ഇയറിനുള്ളിലാണ് കേട്ടോ 4000 എമൗണ്ട് നമുക്ക് ഓൾറെഡി അത്രയും എമൗണ്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻസൈഡ് മിന്ത്ര എന്ന് പറയുന്നത് ആക്റ്റീവ് ആവും. അപ്പോൾ അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്കുള്ള ഉപകാരം ഇതാണ്, 500 റുപ്പീസ് ഓഫർ വരും, 200 റുപ്പീസ് ഓഫർ വരും. അപ്പോൾ ഇതിൻ്റെ എന്താ ഉപകാരം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് 600 രൂപയ്ക്ക് നിങ്ങൾ ഡ്രസ്സ് എടുക്കണമെങ്കിൽ 500 രൂപ ഓഫറിൽ പോയല്ലോ, 500 രൂപ ഓഫറിൽ പോയി 100 രൂപയ്ക്കായിരിക്കും ആ ഡ്രസ്സ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സെറ്റപ്പുകളെല്ലാം നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും കുറവായിട്ട് ചിലപ്പോൾ നമുക്ക് ചിലവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് വരെ കിട്ടിയെന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 4000 ഒക്കെ കിടക്കുകയാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഇൻസൈഡ് മിന്ത്ര ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. അതിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക. ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ പോകുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളെല്ലാം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാശ് നമുക്ക് കുറച്ച് ചിലവാക്കിയാൽ മതി. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗൊക്കെ നമ്മൾ പോകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണ്, നമുക്ക് ഇപ്പോൾ പോയി വാങ്ങുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്, അത് അധികം വലിയ പ്രശ്നമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലുകൾ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഒരു യൂണിക് ആയിട്ടുള്ള പ്രസൻറ്റ് ചെയ്യാൻ, നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ കുറച്ച് പേര് ചോദിക്കുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടാൻ, അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പൈസയും തുച്ഛമാണ്. ഏകദേശം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോയി വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് കടകൾ നമുക്ക് അടുത്തുള്ള ഓഫ്ലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എമൗണ്ടിൻ്റെ അത്ര വരില്ല നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത്. അതിലും കുറവായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇങ്ങനത്തെ ഹാക്കുകളെല്ലാം നോക്കുക കേട്ടോ. ഒരു കുട്ടി കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്, അതാണ് ഇപ്പോൾ ഈ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ഹാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് വില കുറഞ്ഞ് വരുന്നത്. അതേപോലെ തന്നെ ഒരേ പ്രൊഡക്റ്റ് നമ്മൾ 2-3 ക്വാണ്ടിറ്റി ആയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കണ്ടില്ല, ഇപ്പോൾ ഞാൻ ഒന്നും കൂടി എക്സ്ട്രാ ഓർഡർ ചെയ്തപ്പോൾ 84 രൂപ ഓഫറിൽ വന്നു. അതായത് ഇപ്പോൾ 1614 അതേ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 807. അപ്പോൾ 839 രൂപേൻ്റെ പ്രൊഡക്റ്റ് 807 കിട്ടുന്നത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഓരോ ക്വാണ്ടിറ്റി കൂട്ടി വരുമ്പോഴും അതിനനുസരിച്ച് പ്രൈസ് കുറഞ്ഞു വരും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടാവും കേട്ടോ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നാൽ മാത്രം ഞാൻ ഇനി ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇതുപോലെ ഫ്ലിപ്കാർട്ട് ആൻഡ് ആമസോൺ ഹാക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ